ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് SLCയിലെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഒരു നിയമം പഠിച്ചു. ഒരു ഭാഗത്തിൽ ഒരു നിയമം പഠിച്ചു. ഇനി രണ്ടാമത്തെ ഭാഗം നമ്മൾ പഠിക്കാൻ പോകുന്നു. ആ രണ്ടാമത്തെ ഭാഗം പഠിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അകത്ത് നിയമം നമുക്ക് ആദ്യം ഒന്ന് എന്ത് ചെയ്യാം, സെറ്റാക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ നിയമം പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. രണ്ടാമത്തെ നിയമം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഒരു ശ്രദ്ധിക്കണം. ഈ ഫിഗറിന്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു സർക്കിൾ ഉണ്ട് അല്ലെ? സർക്കിൾ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സർക്കിളിന്റെ ഈ പോയിന്റ് ഇവിടെ അല്ല വരേണ്ടത്. സർക്കിളിന്റെ പോയിന്റ് ഇത് ഇവിടെയാണ് വരേണ്ടത്. ഓക്കെ, ഞാൻ വരച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. ഈ ആംഗിൾ അല്ല, ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര? 180 മൈനസ് എക്സ്. പേര് നോക്കുക, ABCD. ഓക്കെ, ഈ ABCD എന്ന് പറയുന്നത് എന്താണ്? ഈ ABCD എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ? ഒരു സർക്കിളിന്റെ അകത്ത് സർക്കിളിൽ മുട്ടിച്ചുകൊണ്ട് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചത്. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 വശമുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ ആണല്ലോ ഈ B എന്ന് പറയുന്നതും ഈ D എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അതെന്തായിരിക്കും? സപ്ലിമെന്ററി. സപ്ലിമെന്ററി എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി വരണം. അതാണ് ഞാൻ ഇവിടെ ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര വരണം? ഈ B എന്ന് പറയുന്ന ആംഗിൾ 180 മൈനസ് എക്സ് വരണം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരത്തുള്ളൂ? 180 ഡിഗ്രി വരത്തുള്ളൂ. അതാണ് അടുത്ത നിയമം എന്ന് പറയുന്നത്. ആദ്യത്തെ നിയമം ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പഠിപ്പിച്ചു, അതെല്ലാവരും നന്നായിട്ട് പഠിക്കണം. രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. സപ്ലിമെന്ററി മീൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരണം? 180 ഡിഗ്രി. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകളിലോട്ട് പോവാം. എല്ലാവരും ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അവിടെ തന്നിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ മാർക്കിലെ ആംഗിളുകളാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് അതിനു മുമ്പേ ഇത് സെന്റർ ആണ് O, പേരിടുന്നു ABCD. നമുക്കറിയാം ഇത് 100 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഇതിന്റെ ഹാഫ് ആയിരിക്കും ഇത് അല്ലെ? ഇത് 50 ആണെങ്കിൽ ഇത് എത്ര വരണം? ഈ ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180. ബിക്കോസ് ഈ ABCD എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പം ഓൾറെഡി നമ്മുടെ കയ്യിൽ D 50 ഡിഗ്രി ഉണ്ടെങ്കിൽ പ്ലസ് എന്താണ്? ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അത് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 മൈനസ് 50, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 130 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ 15 കിട്ടി. ഇത് എത്ര ഡിഗ്രി? 130 ഡിഗ്രി. അപ്പൊ നിയമം അറിയണം. നമ്മുടെ നിയമങ്ങൾ കൃത്യമായി പഠിച്ച ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. നിയമം പഠിച്ചില്ലേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പൊ നോക്കുക, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നെയാണ് അല്ലെ? ഫിഗർ നോക്കുക, പറഞ്ഞിരിക്കുന്നത് ഇത് നോക്കാം. നമുക്ക് ABCD എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ്. നിയമങ്ങളെല്ലാം നമ്മളിപ്പോൾ പഠിച്ചു. ഇത് 240 ഡിഗ്രി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. കാരണം ഇതൊരു പോയിന്റ് ആണ്. ഈ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 360. അപ്പൊ ഇത് 240 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 120. ഓക്കെ, ഇത് 120 ആണെങ്കിൽ ഇതിന്റെ ഹാഫ് ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും ഈ ബിയും കൂടെ കൂട്ടുമ്പോൾ 180 വരണ്ടേ? അങ്ങനെ ആണെങ്കിൽ ഇത് 60 ആണെങ്കിൽ ഇത് എത്ര വരും? ഇതും 120 ഡിഗ്രി. അപ്പം ആംഗിൾ D എന്ന് പറയുന്നത് 60 ഡിഗ്രി, ആംഗിൾ B എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ D 60 ഡിഗ്രി, ആംഗിൾ B എന്താണ്? 120 ഡിഗ്രി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമ്മൾ വേറെ പ്രൊട്രാക്ടറുകളോ ഒന്നും എടുത്തില്ല. നമ്മൾ എന്ത് മാത്രം വെച്ചാണ് കണ്ടുപിടിച്ചത്? ഒൺലി നമ്മുടെ എന്താണ്? നിയമം, ലോസ്. ഓക്കെ ആണല്ലോ? രണ്ട് ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിയമങ്ങളാണ് പഠിച്ചത്. ഇനി അങ്ങോട്ട് പോകെ നമുക്ക് ഒരുപാട് പ്രൂഫ് ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പം ഓരോ ക്ലാസ്സിലും പഠിക്കുന്ന നിയമങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക. നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ടുപോകാതെ ഒന്ന് ജസ്റ്റ് വരച്ച് മനസ്സിലാക്കി തന്നെ പോകണം. ഒരു നോട്ട് എഴുതി തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മാത്സ് ഒരിക്കലും കണ്ടുപഠിക്കുകയോ വായിച്ചു പഠിക്കുകയോ ചെയ്യല്ലേ. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയാലും ഒന്ന് ചെയ്ത് പഠിക്കുക, എന്നാലേ അത് നമ്മുടെ തലയിൽ ഇരിക്കും. അല്ലെങ്കിൽ പേനയുടെ ടിപ്പിലോട്ട് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഈ പേനയുടെ ടിപ്പിൽ സംഭവം വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എഴുതി പഠിച്ചെങ്കിലേ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.